ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കാണ് ഇണയെ ദൈവം സൃഷ്ടിച്ചു കൊടുത്തത്? ആർക്കാണ് ദൈവം തുണയെ കൊടുത്തത്? തുണയും ഇണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം, നമ്മൾ പൊതുവേ പറയുന്ന നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഇണയെന്നൊക്കെ പറയും. എന്നാൽ അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് യഹോവയായ ദൈവം പറഞ്ഞു. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യനാണ് തുണയെ കൊടുത്തത്. മറ്റുള്ള പക്ഷി മൃഗാദികൾക്ക് ദൈവം ഇണയാണ് സൃഷ്ടിച്ചു കൊടുത്തത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് തുണയുടെ ധർമ്മം? എന്താണ് ഇണയുടെ ധർമ്മം? തുണ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും, ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയാലും അവനോട് കൂടെ ഇരിക്കുന്ന, കൂടെ നിൽക്കുന്ന, കൂടെ സഹായമായി മാറുന്ന വ്യക്തിയായിട്ടാണ് തുണ. അതേസമയം ഇണ എന്ന് പറയുന്നത് വംശ നിലനിൽപ്പ്, വംശവർദ്ധനവ്, വംശം നിലനിൽക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് ഇണ. വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഒരു പെൺപട്ടി, ആൺപട്ടി, അവർ ഇണ ചേർന്നു, കുഞ്ഞുങ്ങൾ ഇണ ചേർന്ന് കഴിയുമ്പോൾ തന്നെ അവർ രണ്ട് വഴിക്കായിട്ട് പോകുന്നതായിട്ട് കാണാം. പെൺപട്ടിക്ക് സോക്കയുടെ അസുഖം വരുമ്പോൾ ആൺപട്ടി ഒരിക്കലും അതിൻ്റെ കൂടെ നിന്ന് അതിനെ സഹായിക്കത്തില്ല. അതേസമയം മനുഷ്യനതല്ല. മനുഷ്യൻ്റെ ഏത് സാഹചര്യങ്ങളിൽ കൂടെ മനുഷ്യൻ കടന്നുപോയാലും മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ആര്? തുണ. ഇന്ന് പല കുടുംബജീവിതങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, തുണയാകേണ്ട മനുഷ്യൻ, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഇണയായിട്ട് മാറുന്നതാണ് പ്രശ്നങ്ങൾ. ഇണയുടെ ധർമ്മം എന്താണ്? വംശ നിലനിൽപ്പ്. അവർക്ക് ഒരുമിക്കുക, ദാമ്പത്യ ജീവൻ നയിക്കുക, വേറെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയില്ല. അപ്പോൾ അങ്ങനെ ഇണയുടെ ഒരു സ്വഭാവം മനുഷ്യൻ കാണിക്കുന്നതുകൊണ്ടാണ് കുടുംബ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ തുണയായിട്ടിരിക്കുന്നിടത്തൊരു കുടുംബ പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയാലും അത് ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും ദൈവം അതിനുള്ള ശക്തിയും കരുത്തും പകരും. അപ്പോൾ അങ്ങനെയുള്ള കുടുംബജീവിതങ്ങൾ വിജയിക്കും, പരാജയപ്പെട്ടു പോകത്തില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന വിവാഹം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവമേ, എനിക്കായി ഒരുക്കിയ തക്ക തുണയെ അവിടുന്ന് തരണമേന്ന് പ്രാർത്ഥിക്കുക. അല്ല, എനിക്കായി ഇണയെ തരണമെന്ന് പ്രാർത്ഥിക്കരുത്. എനിക്കാ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, അല്ല എനിക്കാ ദൈവം കണ്ടുവച്ചിരിക്കുന്ന, ദൈവം പദ്ധതി വെച്ചിരിക്കുന്ന, ആക്കിയിരിക്കുന്ന തുണയെ എനിക്ക് തരണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വരുന്ന ജീവിത പങ്കാളി തുണയായിട്ട് മാറും, അല്ലെങ്കിൽ ഇണയായി തീരും. ഇണയായാൽ പ്രശ്നമായി തീരും. അപ്പോൾ നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ തുണ, ദൈവം നമുക്ക് തുണയായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചില സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ ഒക്കെ ജീവിതത്തിൽ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സമയത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, സർവശക്തനായ ദൈവം തുണയായിട്ട് വരും. അപ്പോൾ അവൻ്റെ ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയാലും ദൈവം അവന് തുണയായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അപ്പോൾ തുണയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ഏത് അവസ്ഥയിൽ കൂടെ ഒരു മനുഷ്യൻ കടന്നു പോയാലും കൂടെ നിൽക്കുന്ന ആളാണ്, കൂടെ നിന്ന് സഹായിക്കുന്ന, കൂടെ നിന്ന് ഉപകാരം ചെയ്യുന്ന ആളാണ് തുണയെന്ന് പറയുന്നത്. കൂടെ നിന്നിട്ട് കുതികാല വെട്ടുക, ചതിക്കുക, വഞ്ചിക്കുന്ന ആളല്ല തുണ. അപ്പോൾ ഇവിടെ കോരഹപുത്രന്മാർ സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോൾ അവർ പറയാണ്, കഷ്ടങ്ങളിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയും സങ്കേതവുമാകും. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത സങ്കേതവും ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ ഞങ്ങളുടെ തുണയായിട്ട് അവൻ മാറുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നമുക്കാരും ഇല്ല സഹായിക്കാനായിട്ട് ഉള്ള അവസ്ഥയാണെങ്കിൽ ശരിക്കും ദൈവാശ്രയം വിശ്വാസമുള്ള വ്യക്തിക്ക് ദൈവം തുണയായിട്ട് മാറുന്നു. വീണ്ടും നമുക്ക് ഉദാഹരണങ്ങൾ കാണാം. വിശുദ്ധ പൗലോസ് 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു.
അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. ഇവിടെ പൗലോസ് പറയുകയാണ്, എനിക്കാരും തുണയായിട്ട് നിന്നില്ല, എൻ്റെ കൂടെ ആരും എന്നെ സഹായിക്കുവാൻ, എൻ്റെ വേദനയുടെ സമയത്ത് അല്ലെങ്കിൽ ശത്രു എനിക്ക് നേരെ വന്നപ്പോൾ എന്നെ തുണയ്ക്കുവാൻ ആരും വന്നില്ല, പക്ഷെ കർത്താവോ എനിക്ക് തുണയായിട്ട് നിന്നു. അപ്പം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയാലും ദൈവം കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട്. അത് വീണ്ടും പൗലോസ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഉറപ്പിക്കുന്ന ഒരു വചനം അവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ധൈര്യമായിട്ട് പറയാമെന്ന് പൗലോസ് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കർത്താവ് തുണയായിട്ടുണ്ട്. എൻ്റെ സാമ്പത്തിക മേഖലയിൽ വന്നാലും എൻ്റെ ഏത് പ്രശ്നം വന്നാലും എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയെ അല്ലെങ്കിൽ നമുക്ക് ജീവിത പങ്കാളിയെ ദൈവം തന്നത് തുണയായിരിക്കണം, ഇണയായിരിക്കരുത്. അപ്പോൾ തുണയ്ക്കുള്ള ധർമ്മം എന്ന് പറയുന്നത് ഏതവസ്ഥയിൽ കൂടെ കടന്നുപോയാലും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് തുണ. അങ്ങനെയാണെങ്കിൽ ആ ഒരു തുണയ്ക്ക് ആ ധർമ്മം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഏകനായി ജീവിക്കുന്ന വ്യക്തിക്കും അങ്ങനെ തുണയുടെ സഹായമില്ലാത്ത വ്യക്തിക്കും സർവശക്തനായ ദൈവം തുണയായിട്ടുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും സർവശക്തനായ ദൈവം കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. പൗലോസ് തൻ്റെ ജീവിതത്തിലെല്ലാം കർത്താവ് തനിക്ക് തുണ നിന്നു, തന്നെ സഹായിച്ചു, തന്നെ ശക്തീകരിച്ചായിട്ട് പല സാക്ഷ്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെല്ലാവരും ശക്തീകരിക്കട്ടെ. കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.